പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ വീണ്ടും നമുക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാലം ഈ ഫേസ്ബുക്ക് പേജിനെ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എന്ന സബ്ജക്റ്റിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ 16ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ചില വേദഭാഗങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്നത് നാളെ ലോകത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുവാനാണ് എന്ന് ഞാൻ കർത്താവിശ്വസിക്കപ്പെടുന്നത്. എന്താണ് ക്രിസ്മസ്? ലോക ജനത എത്രമാത്രം ആഘോഷത്തോടെ കൊണ്ടാടുന്ന ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? തിരുവചന പ്രകാരം എന്താണ് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കുവാനാണ് ഇന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-10 വേദഭാഗത്തിൽ ഇങ്ങനെയാണ് സ്വർഗീയ ദൂതന്മാർ ഘോഷിക്കുന്നത്: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നമ്മുടെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ സന്തോഷമാണ്. നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് മാത്രം സന്തോഷിച്ച് തീരുന്ന ഒരു സംഗതിയല്ല കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത്. ദൂതനത് ഇടയന്മാരോട് ഘോഷിക്കുമ്പോൾ വചനങ്ങളുടെ ഒരു വലിയ പട്ടികയാണ് നിവർത്തിക്കപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രവചന വേദഭാഗം എന്ന് പറയുന്നത് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ആദിമ മനുഷ്യനായ ആദാമും ഹവ്വായും അവര് പാപം ചെയ്ത അവരുടെ വീഴ്ചയുടെ ഫലമായിട്ട് ദൈവം ഈ ലോകത്തിൽ അവനിൽ നിന്നും പിറക്കുവാനുള്ള സകല മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ട് ദൈവം വെച്ച ഒരു വാഗ്ദത്ത വചന നിവൃത്തിയായിരുന്നു നാം ലൂക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 10-ാം വേദഭാഗത്തിൽ വായിച്ചത്. മനുഷ്യന്റെ വീഴ്ചയുടെ ഫലമായിട്ട് ഇനി ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നറിഞ്ഞ ദൈവം അതിന് പോക്കുവഴിയായിട്ട് ഒരു കന്യകയിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നിട്ടല്ലാതെ ഇനി ഈ പാപത്തിന് ഒരു പരിഹാര മാർഗം മറ്റൊന്നുമല്ല, മറ്റൊന്നും ഉണ്ടാകുവാനില്ല എന്ന് നാം കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വേദഭാഗം. അത് അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതുകാൽ തകർക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരുവാനിരിക്കുന്ന ആ പ്രവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയിരിക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. അപ്പോൾ
ചരിത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ മനുഷ്യരുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വരെയും ചരിത്രങ്ങൾക്ക് അതീതമാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചരിത്രം കടന്നു ചെന്നിട്ടില്ല. ഇപ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായം എന്നൊക്കെ പറയുമ്പോൾ ആകെ ഈ ഭൂമിയിൽ ആദാവും ഉവ്വായും മാത്രം ജീവിച്ചിരുന്ന കാലം. അന്നേ അവരുടെ പാപഫലമായിട്ട് വരുവാനിരിക്കുന്ന സന്തതിയെക്കുറിച്ച്, സ്ത്രീയുടെ സന്തതി എന്ന ദൈവം വാഗ്ദത്തത്തോടെ നൽകുന്ന ഒരു സന്താനത്തെക്കുറിച്ച് നാം കാണുന്നു. എന്തുകൊണ്ടാണ് അവിടെ പുരുഷന്റെ സന്തതി എന്ന് പറയാഞ്ഞത്? ദൈവത്തിന് തെറ്റുപറ്റുമോ? ഒരിക്കലുമില്ല. അവിടെ സ്ത്രീയുടെ സന്തതി എന്ന് തന്നെയാണ് ചരിത്രങ്ങൾക്ക് അതീതമായ കാലത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജഡാവതാരത്തെക്കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുന്നു. അവിടെ കൊണ്ട് മാത്രം കഴിയുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 720 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് എന്ന പ്രവാചകൻ തൻ്റെ പുസ്തകം എഴുതുമ്പോൾ, ആ പ്രവാചകൻ തൻ്റെ പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 7:14 ഇപ്രകാരം പറയുകയാണ്: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. അതുകൊണ്ട് ദൈവം തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരാകും. ദൈവം നിങ്ങളോട് കൂടെ എന്ന് പേരാകുമെന്ന്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച്, കർത്താവിൻ്റെ 1-ാം വരവ്, 2-ാം വരവ്, ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങളെല്ലാം കർത്താവിൻ്റെ 1-ഉം 2-ഉം 3-ഉം മടങ്ങി വരവിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പറയുന്നത്, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പേരാകുമെന്ന്. കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരുന്ന പ്രവാചകനാണ് കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചത്. അതുകൊണ്ട് മാത്രം തീർന്നില്ല. ആ പ്രവാചകൻ തന്നെ തൻ്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 6-7 വേദഭാഗങ്ങളിൽ മറ്റൊരു കാര്യം കൂടി കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആദ്യ പദ്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജനിപ്പാനിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നൽകപ്പെടുവാനിരിക്കുന്ന അവൻ അത്ഭുത മന്ത്രിയാണ്. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. അപ്പൊ അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആദ്യം സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു തുടങ്ങിയത് ഇവിടെ കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറയുകയാണ്. ഒരു കന്യകയാണ് ഗർഭിണിയാകുന്നത്. ആ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പേരാകും. അവൻ മനുഷ്യരോട് കൂടെ തിന്നും കുടിച്ചും വളരുന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കർത്താവായ യേശുക്രിസ്തു ജഡാവതാരമെടുത്ത കർത്താവ് നമ്മളെപ്പോലെയുള്ള മനുഷ്യരോട് കൂടെയാണ് തിന്നും കുടിച്ചും വസിച്ചും വന്നതെന്ന് നാം മനസ്സിലാക്കണം. അവന് ഇമ്മാനുവേൽ എന്ന പേരാകും. പ്രൈസ് ദി ലോർഡ്. അതവിടെ കൊണ്ട് മാത്രം തീരുന്നുണ്ടോ? ഇല്ല. തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി തൻ്റെ കൽപ്പന അനുസരിക്കുന്ന, തൻ്റെ വീണ്ടും വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരോടൊത്ത് കർത്താവ് വാഴുന്ന ഒരു ദിനത്തെയും നമ്മളവിടെ കാണുകയാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വേദഭാഗത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ അവൻ്റെ ജനവും അവനവർക്ക് ദൈവവുമായിരിക്കും, അവൻ അവരോട് കൂടെ വാഴും. ഇമ്മാനുവേൽ എന്ന കർത്താവിൻ്റെ ആ ഒരു വാഴ്ചയെക്കുറിച്ചുമാണ് പ്രവാചകൻ അവിടെ വിളിച്ചു ഘോഷിക്കുന്നത്. എന്നാൽ
പ്രവാചകൻ പിന്നീട് പറയുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. പ്രവാചകന്റെ ഈ പ്രവാചക വാക്യമെന്ന് പറയുന്നത് 2 കാലഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് 2 കാലഘട്ടം. ഒന്ന് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നാം കമ്പിവാക്യമായിട്ട് വായിച്ച് ലൂക്കോസിന്റെ വിശേഷം 2:10 സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണങ്ങൾ ഞങ്ങൾക്കല്ല നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവിൻ്റെ ആ ജനനത്തെക്കുറിച്ച് പ്രവാചകൻ പറയുമ്പോൾ 2 കാലഘട്ടങ്ങളെയും 2 വരവിനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഇനിയും കർത്താവ് വരുവാനുണ്ട്. ഈ ലോകത്തെ 1000 വർഷക്കാലം ഭരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുവാനുണ്ട് എന്നത് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം അതും കൂടെ ചേർത്താണ് പ്രവാചകൻ പറയുന്നത്, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്. ഈ ലോകത്തുള്ള മന്ത്രിമാരെ പോലെയൊന്നുമല്ല. ഒരു മന്ത്രിക്കും അത്ഭുത മന്ത്രി എന്ന് ഇന്നുവരെയും പേരില്ല. ആയിരക്കണക്കിന് മന്ത്രിമാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, അധികാരം നടത്തുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അത്ഭുത മന്ത്രി എന്ന് പേരില്ല. ഇവിടെ അത്ഭുത മന്ത്രി എന്ന് പേരുള്ളവൻ, പേരെടുത്ത് വരുന്നവൻ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. പിന്നെയും പറയുകയാണ്, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. അപ്പൊ പ്രഭു ആയവന്റെ എന്താണ്? അവന്റെ ആധിപത്യത്തിനും സമാധാനത്തിനും ഈ ലോകത്ത് എന്താ അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. അപ്പൊ കർത്താവിന്റെ രാജ്യത്വത്തെ തകർത്ത് കളയുവാനോ അതിനെ മുടിച്ചു കളയുവാനോ ആർക്കും സാധ്യമല്ല. 1000 ആണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ അവന്റെ ആ ആധിപത്യത്തിന് എന്താണ്? ആ ആധിപത്യം എന്നേക്കും നിലനിൽക്കുന്നതാണ്. അവന്റെ നീതിയും ന്യായവും എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, വചനങ്ങളുടെ എല്ലാം നിവൃത്തിയായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:15 നാം കാണൂ, വരുവാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രോട്ടോകോൾ ഇവാഞ്ചലിസം എന്നാണ് ആ ഒരു വേദഭാഗത്തെ ബൈബിൾ പഠിതാക്കൾ വിളിക്കുന്നത്. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സുവിശേഷമാണ്, പ്രവചനമാണ്. രണ്ടാമത് കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന യിശയ്യാവാണ്. മൂന്നാമത് മീഖായുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അതിന്റെ 5:2 ഇങ്ങനെ, നീയോ ബേത്ലഹേമേ എഫ്രാത്തെ, നീ യഹൂദ സഹസ്രാബ്ദങ്ങളിൽ ചെറിയവനായിരുന്നു. ഇസ്രായേലിന്റെ അധിപതിയാകേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവുമാണ്. അപ്പൊ വരുവാനിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ആഗമനം പണ്ടേ ഉള്ളതാണ്, അത് പുരാതനമാണ്. അപ്പോൾ പ്രവാചകനായ യെശയ്യാവ് അവൻ എവിടെ ജനിക്കുമെന്ന് പറഞ്ഞില്ല. എന്നാൽ അവന്റെ 1ഉം 2ഉം വരവുകൾ പറഞ്ഞു. അവൻ ജനത്തോടു കൂടെ വസിക്കുന്നവനാണ്. കന്യകയാണ് ഗർഭിണിയാകുന്നത്. ആ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന. അപ്പൊ കന്യക അതൊരടയാളം. അവൾ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പിന്നെ പറയുകയാണ്, അവന്റെ 2ാമത്തെ വരവിനെയാണ് പ്രവാചകൻ ഘോഷിച്ചിരിക്കുന്നത്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രത്യേകം ഓർക്കണം. എന്നിട്ട് പ്രവാചകൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, അവൻ ദാവീദിന്റെ സിംഹാസനത്തിലും
അപ്പം അത്രയും കൂടെ പ്രവാചകൻ പറഞ്ഞു നിർത്തിയപ്പോൾ മീഖ എന്ന പ്രവാചകൻ പറയുകയാണ്, അവൻ ജനിക്കുന്നത് എവിടെയാണെന്ന് വരെ ബേദലഹേമിൽ അവൻ ജനിക്കും. ദാവീദിന്റെ പട്ടണമായ ബേദലഹേമിൽ അവൻ ജനിക്കും. അപ്പോൾ വചനത്തിന്റെ നിവൃത്തിയാണ് ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് സുവിശേഷീകരിക്കുന്നത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ പട്ടണം പോലും ആ സ്ഥലം പോലും മാറിപ്പോകുന്നില്ല. വചനത്തിന്റെ നിവൃത്തി അത്രമാത്രം സൂക്ഷ്മതയുള്ളതാണ്. അന്ന് ബേദലഹേം എന്ന് പറഞ്ഞാൽ 2 ബേദലഹേമുണ്ട്. യെരുശലേമിലുമുണ്ട്, യഹൂദയിലുമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നത് ദാവീദിന്റെ പട്ടണമായ ബേദലഹേം എന്ന യഹൂദ എന്ന ബേദലഹേമിലാണ്. അപ്പൊ അതുപോലും ആ പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു കർത്താവിന്റെ ജനനം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് നാം പ്രത്യേകം ഓർക്കണം, വചനത്തിന്റെ നിവൃത്തിയായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനമെന്ന്. ഇവിടെ ആ വചനത്തിന്റെ നിവൃത്തിയായിരുന്നു നാം വായിച്ച വേദഭാഗത്തിലൂടെ നാം കാണുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷമാണ് കുറച്ചും കൂടെ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് ഈ പ്രവചന വേദഭാഗങ്ങളെല്ലാം നമുക്കുണ്ട്. എന്നാൽ ഇത് എപ്പോൾ സംഭവിക്കും? അത് സംഭവിക്കുവാനുള്ള കാലമേതാണ്? അത് ദൈവത്തിന്റെ സന്നിധിയിൽ മറവായിരുന്നു. ഏതാണ്ട് ആദ്യ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ട് 4000 വർഷക്കാലമാണ് ഈ വാഗ്ദത്ത വചനത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നത്. പ്രത്യേകം ഓർക്കണം, ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ദൈവസന്നിധിയിൽ ഒരു ദിവസം പോലെയുമാണ്. എന്നാൽ 4000 വർഷക്കാലം കാത്തിരുന്നതിന് ശേഷമാണ് നാം ബേദലഹേമിൽ ഒരു സംഭവം നടക്കുന്നത് നാം വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വേദഭാഗം ഇങ്ങനെ പറയുന്നു: 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദിന്റെ ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. മറിയ ജോസഫിനാൽ വിവാഹം നിശ്ചയം ചെയ്തവളായിരുന്നു. ആ കന്യകയുടെ അടുക്കൽ ആരെ അയച്ചു? ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു. അപ്പൊ വെളിയിലൊന്നുമല്ല, അവൾ ആയിരിക്കുന്ന ആ ഇടത്ത് അകത്തു ചെന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. സ്വർഗത്തിലെ ദൂതനാണ് മറിയെ വിളിക്കുന്നത്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കാരണം വചനത്തിന്റെ നിവൃത്തി വിശുദ്ധ ബൈബിള് കേന്ദ്രീകൃതമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലാണ്. കർത്താവായ യേശുക്രിസ്തുവിലെ കേന്ദ്രീകൃതമായിരിക്കുന്ന വിശുദ്ധ ബൈബിള്, ആ ബൈബിളിന്റെ വലിയൊരു ചരിത്ര ഭാഗത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. 4000 വർഷങ്ങൾക്ക് കാത്തിരുന്ന ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീ മറിയ, അതും വിവാഹം നിശ്ചയം ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവളൊരു യഹൂദ സ്ത്രീയായിരുന്നു. അവളുടെ കുലത്തെക്കുറിച്ചൊക്കെ നാം വായിക്കുന്നു. ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷൻ വിവാഹം നിശ്ചയിച്ചിരുന്നു, കന്യകയുടെ അടുക്കൽ അയച്ചു. അത് അവളും യഹൂദ സ്ത്രീ തന്നെയാണ്. പ്രത്യേകം ഓർക്കുക, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഭയപ്പെട്ടു. ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ, ഭയപ്പെടേണ്ട. ആ കന്യകയായ സ്ത്രീയോട് പറയാണ്, നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. വലിയ കാര്യമാണ്. ഈ ലോകത്തിലെ മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങളെല്ലാം ദോഷമുള്ളതെന്ന് കണ്ടപ്പോൾ
ദൈവം ഈ ലോകത്തെ ജീവജാലങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയുവാൻ ദൈവം തീരുമാനിച്ചു. അതിനായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ നോഹ എന്ന മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് നാം അവിടെ വായിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതി നിറവേറ്റുവാനാണ്. ഒരു വലിയ പദ്ധതി ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ ദൈവം കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ദൂതൻ ഇവിടെ പറയുന്നത്, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ദൂതൻ ആവർത്തിക്കുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അപ്പൊ മറിയയ്ക്ക് ഒന്നാമത് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര വയസ്സാ സ്ത്രീക്കുണ്ടാകാം? ഒരു 18 വയസ്സ് വിചാരിച്ചാലും എന്തുമാത്രം പക്വതയുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. നോ, ആ സ്ത്രീ ഈ ദൂതനെ കണ്ട് ഭയപ്പെടാതിരിക്കണമെങ്കിൽ പോലും അത്രമാത്രം ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു കന്യകയായിരുന്നു മറിയ എന്ന് നമുക്ക് വിചാരിക്കാം. അവൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഉപവസിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ഭക്തയായ സ്ത്രീ ആയിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. ദൂതൻ വന്ന് പറയുമ്പോൾ അവള് അതെല്ലാം ഉൾക്കൊള്ളുവാനുള്ള അവളുടെ ആ മനസ്സ്, ആ ബലം, ധൈര്യം, ഇതെല്ലാം നാം കണക്കാക്കണം. ദൂതൻ അവളോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അപ്പൊ ദൂതൻ അവൾക്ക് കൊടുക്കുന്ന വാഗ്ദത്ത വചനങ്ങളെല്ലാം നാം ശ്രദ്ധിക്കണം. വചനത്തിന്റെ നിവൃത്തിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനമെങ്കിൽ ഇവിടെ ദൂതൻ വീണ്ടും മറിയത്തിന് വാഗ്ദത്ത വചനങ്ങൾ കൊടുക്കുകയാണ്. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ കുഞ്ഞിന്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്, അവന് യേശു എന്ന് പേർ വിളിക്കണം. മൂന്നാമത് മറിയയ്ക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ്, അവൻ വലിയവനാകും. അതാലോചിച്ച് നോക്കിക്കേ, പ്രവാചകന്മാരുടെ വാഗ്ദത്ത വചനങ്ങളെല്ലാം നിവൃത്തിയാകാൻ പോകുന്നു. ജോസഫിനെ വിവാഹ നിശ്ചയം ചെയ്ത ഈ കന്യകയുടെ അടുക്കൽ വന്നേച്ച് ദൂതൻ പറയുകയാണ്, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ച. ആലോചിച്ച് നോക്കിക്കേ, ഒന്നാമത്തെ വാഗ്ദത്തം, നീ ഗർഭം ധരിക്കും, നീ ഒരു മകനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന് നീ അവന് പേർ വിളിക്കണം, അവൻ വലിയവനാകും. പിന്നെ പറയുകയാണ്, അവൻ വലിയവനാവും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദൈവത്തിന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. അഞ്ചാമത്തെ കാര്യം പറയുന്ന, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ആറാമത്തെ വാഗ്ദത്തം, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ഏഴാമത്തെ വാഗ്ദത്തം, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല, കുട്ടി ജനിച്ചിട്ട് പോലുമില്ല. പ്രത്യേകം ഓർക്കണം, ഈ ലോകത്തിന് കൊടുക്കേണ്ട ക്രിസ്മസ് സന്ദേശം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ വാഗ്ദത്തം കൊടുത്ത ദൈവം ജനിക്കുന്ന സ്ഥലം പോലും മാറിപ്പോകാതെ അതുപോലും പ്രവചിച്ച് പ്രവചനാതീതമായിരിക്കുമ്പോൾ ഇത് ആ കാലസമ്പൂർണത വന്നപ്പോൾ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതുപോലെ കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി. അപ്പൊ കർത്താവിന്റെ ജന്മം എന്ന് പറയുന്നത് കാലസമ്പൂർണതയാണ്. പ്രത്യേകം ഓർക്കണം, ഈ ലോകമൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ലോകത്തിന് ചരിത്രകാരന്മാര് ഇതിന് ദശലക്ഷം കോടി വർഷം പഴക്കം തന്നെ പറഞ്ഞു കഴിഞ്ഞാലും കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് കാലം തികഞ്ഞ കാലമാണ്. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി. അതുകൊണ്ടാണ് കർത്താവ് സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് കർത്താവ് ജോർദാനിൽ നിന്നും ഗലീലയിൽ ചെന്ന്
ഇപ്രകാരം ഘോഷിച്ചു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. എല്ലാം നമ്മൾ കൂട്ടി വായിക്കണം. അപ്പൊ കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത് ഈ കാലം തികയാൻ പോകുന്നു. ഈ കാണുന്ന ഞാനും നിങ്ങളും കാണുന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും കാലപരിധി തീരാൻ പോകുന്നു. നിസ്സാര കാര്യമല്ല. അപ്പൊ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് മറിയയോട് ദൂതൻ പറയുന്നത്, ഗബ്രിയേൽ ദൂതൻ പറയുന്ന 7 കാര്യങ്ങള്. ഈ 7 കാര്യങ്ങള് നിവൃത്തിയാകേണ്ടത് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കന്യകയുടെ അടുത്ത് ചെന്ന് ദൂതൻ പറഞ്ഞ 7 വാഗ്ദത്തം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സ്ത്രീയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടോ? കുട്ടി അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് 7 വാഗ്ദത്തം അവള് കേൾക്കുകയാണ്. നിന്റെ വയറ്റിൽ ഉരുവാകുന്ന കുഞ്ഞ് എന്തായിരിക്കുമെന്ന്. ഈ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ് കന്യക ഗർഭിണിയാകുക എന്നുള്ളത്. 7 വാഗ്ദത്ത വചനം കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രയാസമേറിയത് കന്യക ഗർഭിണിയാകുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ളത് കുട്ടി ജനിക്കുമ്പോൾ പേരിടാം, അവൻ വലിയവനാകും, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളി, അതെല്ലാം ശരിയാണ്. പക്ഷെ കന്യക എങ്ങനെ ഗർഭിണിയാകും? ഇവിടെ ഏറ്റവും നമ്പർ 1 ചോദ്യമെന്ന് പറയുന്നത് അതാണ്. കന്യക എങ്ങനെ ഗർഭിണിയാകും? പ്രത്യേകം ഓർക്കണം, 7 വാഗ്ദത്ത വചനത്തില് ദൈവം അവക്ക് കൊടുത്തത് എന്ത് അസാധ്യമെന്ന് വിചാരിച്ചുവോ അത് തന്നെ ആദ്യം സംഭവിച്ചു. അതുകൊണ്ടാണ് മറിയ ചോദിക്കുന്ന, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഏറ്റവും അസാധ്യമെന്ന് പറഞ്ഞത് ഈ 7 കാര്യങ്ങളില് ദൂതൻ ഗബ്രിയേൽ പറഞ്ഞ 7 വാഗ്ദത്ത വചനങ്ങളിൽ ഏറ്റവും അസാധ്യമായത് കന്യക ഗർഭിണിയാകുകയാണ്. ഈ പൊട്ടിപ്പെണ്ണ ദൂതനോട് ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതിനും ഗബ്രിയേൽ മറുപടി കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവസന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിലെങ്കിലും നമ്മൾ ആ സന്ദേശത്തെ മനസ്സിലാക്കണം. കന്യക ഗർഭിണിയാകുക അസാധ്യമായ ഒരു കാര്യമാണ്. പുരുഷനെ അറിയാകിയാൽ അറിയാതെ അവൾ ഗർഭിണിയാകുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം പറയുന്നത്, എനിക്ക് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? ഇര്മ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പൊ ഈ ലോകത്തിലെ തന്റെ പുത്രനെ അയക്കുവാൻ ദൈവം തീരുമാനിച്ചു. അതിന് ദൈവം കാത്തിരുന്നത് 4000 വർഷത്തിന്റെ അടുക്കലാണ്. ആ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ദൂതനെ അയച്ചു. ഈ ലോകത്ത് ദൈവപുത്രൻ ജനിക്കുവാനുള്ള സ്ത്രീയെ ദൈവം തെരഞ്ഞെടുത്തു. കൃപ നിറഞ്ഞവൾ, വലിയ ഭാഗ്യവതി. ഈ ലോകത്ത് ഇരിക്കുന്നതിലും ജീവിച്ച് മൺമറിഞ്ഞു പോയതിലും ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീയാണ് മറിയ എന്നത് ഒരു സംശയവും വേണ്ട കാര്യത്തിലാണ്. ദൈവം യുഗങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം തെരഞ്ഞെടുത്ത മാനപാത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം കന്യക ഗർഭിണിയാക്കുക എന്നുള്ളതാണ്. അത് സംഭവിച്ചു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അസാധ്യങ്ങൾ സാധ്യമായ കാര്യം ഒന്നാമത് നടന്നു.
രണ്ടാമത്തെ കാര്യം അവന് യേശു എന്ന് പേർ വിളിക്കണം. അത് നടന്നു. എബ്രായ പദത്തിൽ അഭിഷിക്തൻ എന്നാണ്. മശിക, അഭിഷിക്തൻ. അപ്പോൾ ആ പേരും അവന് നൽകുവാനിടയായി തീർന്നു. മൂന്നാമത്തെ കാര്യം, അവൻ വലിയവനാകും. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ലോകത്ത് വലിയവനായവൻ ആരുമില്ല. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ വലിയവനായവൻ ആരുമില്ല. യഹോവ വലിയവനെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തു വലിയവൻ. അവനെ പോലെ വലിയവൻ ഈ ലോകത്ത് ആരുമില്ല. ഈ ലോകത്ത് കർത്താവിനെ പോലെ ഉയർത്തപ്പെട്ടവൻ ആരുമില്ല. ഈ ലോകത്ത് കർത്താവിനെ പോലെ അധികാരമുള്ളവൻ ആരുമില്ല. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം അവനായിക്കൊണ്ടുമുണ്ടായിരിക്കുന്നു. അപ്പൊ വചനത്തിന്റെ നിവൃത്തി എന്ന പോലെ മനുഷ്യരായി ജീവിച്ചവരിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ വലിയവൻ ആരുമില്ല. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ച കൊടുത്ത്, ഊമകൾ സംസാരിച്ചു, ബധിരർ കേട്ടു. ലോകത്ത് അവന്റെ കൈയാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി. അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയവനായി തീർന്നു. ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അപ്പൊ അവൻ വലിയവനായി. അത് സംഭവിച്ചു. അപ്പൊ കന്യകയായ മറിയ ഗർഭം ധരിച്ചു. രണ്ടാമത് ആ കുഞ്ഞിന് യേശു എന്ന പേർ വിളിച്ചു. ലോകം മുഴുവൻ ആ യേശു എന്ന പേര് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ നാവിൽ വരുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേരാണ്. മൂന്നാമത് അവൻ വലിയവനാകും. ഈ ലോകത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവരാരുമില്ല. നാലാമത്തെ കാര്യം, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് ഈ ലോകത്ത് അറിയപ്പെടും. സ്നാപക യോഹന്നാന്റെ കൈക്കീഴ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നും വലിയൊരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ പ്രിയപുത്രനാണ്. മറുരൂപ മലയില് കർത്താവിന്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും യാക്കോബും ആ മലമുകളിൽ വെച്ച ഒരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ചെവി കൊടുപ്പിൻ. അപ്പൊ കർത്താവ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇന്നും കർത്താവ് ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ ദൈവത്തിന്റെ പുത്രനാണ്. ആ ദൈവപുത്രനെയാണ് ഇന്നും നാളെയുമായിട്ട് എല്ലാവരും ഘോഷിക്കുന്നത്. ആ ദൈവപുത്രന്റെ ജന്മത്തെയാണ് ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ആഘോഷിക്കുന്നത്. എത്ര സന്തോഷമുള്ള കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയായിരുന്നു അത്. പിന്നെ പറയുന്നത്, അവൻ യാക്കോബിന്റെ ഗൃഹത്തിൽ, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നവനാണ്. അതെന്താണ്? അത് വരുവാനിരിക്കുന്ന കാര്യമാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന കർത്താവായ യേശു ക്രിസ്തു 1000 വർഷക്കാലം ഈ ഭൂമിയെ ഭരിക്കും. കർത്താവായ യേശു ക്രിസ്തു റോമൻ പടയാളികളാൽ മർദ്ദനമേറ്റ് പീഡിപ്പിച്ച, ക്രൂശിതനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് ഈ ലോകത്തെ ദാനിയേൽ കാണുന്ന പ്രവചനം പോലെ കൈതൊടാത്ത ഒരു കല്ല് പോലെ എല്ലാ സാമ്രാജ്യ ശക്തികളെയും തകർത്തുകൊണ്ട് ഈ ലോകത്തെ ഭരിക്കുവാൻ കടന്നു വരുന്ന ഒരു കർത്താവിനെ കുറിച്ചും മറിയയോട് ദൂതൻ പറഞ്ഞിരിക്കുക. ദൈവത്തിന്റെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കുമോ? അപ്പോൾ നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മുടെ ഈ കർത്താവായ യേശു ക്രിസ്തു ഇനിയും വരുവാനിരിക്കുന്നു ഈ ലോകത്തെ ഭരിക്കുവാൻ. ആ കർത്താവ് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ആ കർത്താവിന്റെ രാജ്യത്തിൽ ഞാനും നിങ്ങളും പൗരത്വമുള്ളവരായിരിക്കണം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലെത്രേ.
അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർപ്പാൻ വേഗം വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഫിലിപ്പിയർ ലേഖനം 2:20. അപ്പൊ ആ വചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ, അതും യഹൂദയിൽ, ദാവീദിന്റെ പട്ടണമായ യഹൂദയിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ കർത്താവ് വരുമെന്ന് മറിയയ്ക്ക് ദൂത് കൊടുത്തിരിക്കുന്നു. സംഭവിക്കാനുള്ളത്, നിറവേറാനുള്ളത്. ബാക്കി മറിയയ്ക്ക് കൊടുത്ത ആ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായി. കന്യക ഗർഭിണിയായി, ഒരു മകനെ പ്രസവിച്ചു, യേശു എന്ന് അവന് പേരിട്ടു. അവൻ വലിയവനാകും, അവൻ വലിയവനായി തീർന്നു. പിന്നെ എന്താണ്? അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ 4 കാര്യങ്ങൾ നിവൃത്തിയായി. കർത്താവിന്റെ 1-ാം വരവിൽ 4 കാര്യങ്ങൾ നിവൃത്തിയായി. പിന്നെ മറിയയ്ക്ക് കൊടുക്കുന്ന 3 കാര്യങ്ങള്. ഒന്ന്, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഈ ലോകത്തെ ഭരിക്കും. രണ്ടാമത്, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ ഇസ്രയേലിന്റെ ഗോത്രത്തിന് എന്നേക്കും രാജാവായിരിക്കും. 7-ാമത്തെ കാര്യം മറിയോട് പറയാണ്, അവന്റെ രാജ്യത്വത്തിന് അവസാനം വരികയില്ല. അപ്പൊ ഇതെല്ലാം സംഭവിക്കുവാനിരിക്കുന്ന പ്രവചനമാണ്. അപ്പൊ മറിയ എന്ന കന്യകയെ ദൈവം തെരഞ്ഞെടുത്ത ദൂതനെ അഴിച്ച് ദൂതൻ അവളുടെ അടുത്ത് വന്ന 7 വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്, ദൂത് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വർഗത്തിൽ നിന്നും കന്യകയുടെ അടുക്കൽ വന്ന് ഈ ദൂത് കൊടുക്കുകയാണ്. തീർന്നില്ല, മറിയയുടെ ദൂത് പിന്നെയും തീർന്നില്ല. കുട്ടി ജനിച്ചു, യേശുക്രിസ്തു ജനിച്ചു. അവന്റെ മറിയയുടെ ശുദ്ധീകരണ കാലമെല്ലാം തികഞ്ഞതിന് ശേഷം കുഞ്ഞുമായിട്ട് ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ടല്ലാതെ മരണം സംഭവിക്കില്ല എന്ന് ദൈവം അരുളി ചെയ്തിരുന്ന ശിമയോൻ എന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹം മറിയയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ വാങ്ങി. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടടയ്ക്കുക. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ വചനത്തിന്റെ നിവൃത്തി സംഭവിച്ചു. കുഞ്ഞുമായിട്ട് ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും പ്രവചനം. ഈ കുഞ്ഞ് ആരാണ്? ഈ കുഞ്ഞ് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ പറയുകയാണ്, പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു യഹൂദ ജാതികളുടെ എന്താണ്? മഹത്വമായവനാണ്. എന്നിട്ട് ആ പ്രവാചകൻ പറയുകയാണ്, മറിയ കേൾക്കെ പറയുകയാണ്, ഇവനെ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും പലരും ഇവനെ തള്ളിപ്പറയും. പിന്നീട് അവരവനെ ഏറ്റെടുക്കും, സ്വീകരിക്കും. നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മറിയയ്ക്ക് കൊടുത്ത 4 പ്രവചന വചനങ്ങൾ നിവൃത്തിയായി. അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം കുഞ്ഞുമായിട്ട് ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശിമയി എന്ന പ്രവാചകനിൽ നിന്നും അവൾ കേൾക്കുന്നു, ഇവൻ ജാതികളിൽ വെളിപ്പെടുവാനുള്ളവനാണ്. അതായത് എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ടാണ് നാം കണ്ടത്, ദൂതൻ പറഞ്ഞ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ മഹാസന്തോഷം. യഹൂദന് മാത്രമല്ല, ജാതികൾക്കും വെളിപ്പെടുവാനുള്ള വലിയ സന്തോഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം. അപ്പോൾ ഇവൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ളവൻ. പിന്നെ പറയാണ്, ഇവൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം.
തന്റെ ജനത്തിന്റെ മഹത്വം, ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം. മൂന്നാമത്തെ കാര്യം പറയുകയാണ് പ്രവാചകൻ. ഈ കുഞ്ഞ് അമ്മയെന്ന് പോലും വിളിച്ചിട്ടില്ല. അതിനു മുമ്പ് കുഞ്ഞിനെ നോക്കി പ്രവാചകൻ അരുളി ചെയ്യുകയാണ്, ഇവനെ, ഈ ഇസ്രായേല്, ഇവന്റെ ഗോത്രങ്ങള് തള്ളിപ്പറയും. അങ്ങനെയല്ലേ സംഭവിച്ചതാ? കർത്താവിന്റെ മരണത്തിൽ എന്താണ്? അവനെ ക്രൂശിക്കുക. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു. അവനെ ക്രൂശിപ്പാൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. വചനത്തിന്റെ നിവൃത്തി എല്ലാം സംഭവിക്കേണ്ടത്, കാലാകാലത്ത് സംഭവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ തിരുവചനം കർത്താവ് പറഞ്ഞത്, ഈ കാണുന്ന ആകാശം മാറിപ്പോയാലും ഭൂമി നീങ്ങിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. ദൈവത്തിന്റെ വായ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ അവൻ ഇസ്രായേല് അവനെ തള്ളിക്കളയും. പിന്നത്തേതിൽ അവനെ അവർ സ്വീകരിക്കും. അത് കർത്താവിന്റെ അടുത്ത വരവിലാണ്. അവർ കുത്തിവെങ്കലേക്ക് നോക്കും. സക്രിയ പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ വചന നിവൃത്തി കർത്താവിന്റെ രണ്ടാം വരവിൽ നടക്കാനുള്ളതാണ്. പ്രത്യേകം ഓർക്കണം, കർത്താവിന്റെ ജനനം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ദൈവവചനങ്ങൾ എന്തെല്ലാമാണ്? മറിയയ്ക്ക് കൊടുത്തത്, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും 1000 ആണ്ട് വാഴ്ചക്കാലം. അവൻ ഇസ്രായേൽ ഗോത്രത്തിനെല്ലാം രാജാവായിരിക്കും 1000 ആണ്ട് വാഴ്ചക്കാലം. അത് അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാക്കുകയില്ല. 1000 ആണ്ട് വാഴ്ചക്കാലവും അതിനുശേഷവുമുള്ള കാലം അവന്റെ വാഴ്ചയ്ക്ക് അവസാനമുണ്ടാക്കുകയില്ല. പിന്നെ പറയുന്നത് എന്താണ്? അവൻ പലരുടെയും വീഴ്ചയ്ക്കും കുത്തിവങ്കലേക്ക് അവർ നോക്കും. അപ്പൊ കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് വന്ന ഒരു നക്ഷത്രം തൂക്കുന്നതോ അലങ്കാര വിളക്കുകൾ കത്തിച്ചിടുന്നതോ അല്ല. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ദൈവം വാഗ്ദത്തം തന്നുവെങ്കിൽ ഈ കർത്താവ് ഇനിയും വരുന്നു എന്ന ആ സന്ദേശം കൂടെ ക്രിസ്മസ് സന്ദേശത്തെ നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവിൽ പ്രത്യാശ വെച്ചവർക്ക് വേണ്ടിയിട്ട് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ ധന്യനായ പൗലോസ് പറഞ്ഞത്, കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്ത് എഴുന്നള്ളി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊത്ത് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാമും അവനോടൊത്ത് വസിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു, വളർന്നു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം ചെയ്ത് ലോകത്തിൽ വലിയവനായി ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെട്ടു. മാനവവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു ക്രൂശിൽ. വചനത്തിന്റെ നിവൃത്തികളെല്ലാം സംഭവിച്ചു. എന്നാൽ ഇനി നാം ആഘോഷിക്കേണ്ടതാ വരുവാനിരിക്കുന്ന കർത്താവിന. ആ ഉദയ നക്ഷത്രത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. അപ്പോൾ പ്രത്യേകം ഓർക്കണം, ഈ 4 വാഗ്ദത്തം കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും ആ പ്രവാചകൻ മറിയേനെ നോക്കി ഒരൊറ്റ ദൂതും കൂടെ കൊടുക്കുകയാണ്. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും കുഞ്ഞേ. അപ്പൊ നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന്. എന്താ അതിന്റെ ഉദ്ദേശം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ ആ കുഞ്ഞ് തന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് മുതൽ ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ കേട്ട ആ ഭാഗ്യവതിയായ സ്ത്രീ അവസാനം കേൾക്കുന്ന ഒരു വാഗ്ദത്ത വചനമാണ്, നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കിടക്കും. കാരണം
ഈ കുഞ്ഞ് ഈ ലോകത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് മരിക്കുന്നത് നിന്റെ കണ്ണാലെ നീ കാണും. പ്രൈസലോ. മറിയ വിചാരിച്ചു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എന്റെ പുത്രൻ ഭരിക്കുമെന്ന്. അവൻ ഇസ്രായേൽ ഗോത്രത്തിന് മുഴുവൻ രാജാവായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് ഈ അമ്മ വിചാരിച്ചു. എന്നാൽ അത് വരുവാനിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചത്തെ കാലത്തിലേക്കുള്ള ആ ഒരു ദൈവിക ദൂതായിരുന്നു. എന്നാൽ അത് കാണുവാൻ മറിയ ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർക്കണം. ദൈവത്തിന്റെ വായല്ലോ അരുളി ചെയ്തതാ. പുത്രന്റെ രാജ്യത്തിൽ അമ്മയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇതില് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ ചോദ്യമായി തീർന്നിരിക്കുന്നത് ഒന്നാമത്തെ പ്രവചനമാണ്. കന്യക ഗർഭിണിയാകുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. എങ്ങനെ സംഭവിച്ചു? പ്രത്യേകം ഓർക്കണം, അത് ഒരു ജൈവശാസ്ത്രപരമായ ഒരു തർക്കമാണ്. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഉത്ഭവം എന്ന് പറയുന്നത് 46 ക്രോമോസോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഒരു കുഞ്ഞ് ഒരമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നത് 46 ക്രോമോസോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ശലോമോൻ ചോദിച്ചതുപോലെ ഒരമ്മയുടെ വയറ്റിൽ അസ്ഥി എങ്ങനെ ഉരുവാകുന്നു എന്ന് നീ അറിയുന്നില്ലല്ലോ. ഒരു കുഞ്ഞിന്റെ ശരീരത്തിലെ അസ്ഥികൾ എങ്ങനെ ഉരുവാകുന്നു എന്ന് നീ അറിയുന്നില്ലല്ലോ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര നിസാരനാണ്, എത്ര അറിവ് കുറഞ്ഞവനാണ്. അപ്പോൾ ഇവിടെ 46 ക്രോമോസോമുകൾ, അതിൻ്റെ സങ്കലനത്തിന്റെ ഫലമായിട്ടാണ് ഒരു കുഞ്ഞ് ഉരുവാകുന്നത്. ജൈവശാസ്ത്രപരമായി 23 ക്രോമോസോണുകൾ പുരുഷന്റെ ലൈംഗിക കോശങ്ങളിൽ നിന്നും 23 സ്ത്രീയുടെ അണ്ഡകോശത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഇവ രണ്ടും ചേരുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ഇവിടെ പുരുഷന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട 23 ക്രോമോസോമുകൾ ഏത് നിലയിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടാണ് യേശു പൂർണ്ണ മനുഷ്യനായി തീർന്നത് എന്നതാണ് ഇവിടുത്തെ തർക്ക വിഷയം. കന്യകമറിയുടെ ഉദരത്തിൽ ക്രിസ്തു എന്ന ആളത്വം രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. മറിയ ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിനാലാണ്. ദൂതൻ അവിടെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 1-20 വേദഭാഗത്തിൽ നാം വായിക്കുമ്പോൾ ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അവൾ എന്താണ്? ഗർഭിണിയായി തീർന്നു. എല്ലാ ജനനവും ഈ ലോകത്ത് ഒരു അത്ഭുതം തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ട. ഞാനും നിങ്ങളും എല്ലാം ജനിച്ചത് ഈ ലോകത്ത് ഒരു അത്ഭുത വിഷയം തന്നെയാണ്. അതുപോലെയുള്ള ഒന്ന് മാത്രമാണ് കന്യക ജനനം എന്ന് പറയുന്നത്. വിവിധ നിലകളിൽ മനുഷ്യരുടെ ജനം കാണുന്നത്. ആദാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. പ്രത്യേകാൽ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആദാം ഇവിടെ ജനിച്ചത് ഒരു യൂട്രസിൽ ജന്മം കൊണ്ടിട്ടല്ല. ഈ ലോകത്ത് യൂട്രസോടുകൂടി ജനിച്ച സ്ത്രീ ഇവിടെ ജന്മം കൊണ്ടത് ഒരമ്മയുടെ ഉദരത്തിലല്ല. അപ്പൊ ആദാമും ഹവ്വായും ജനിച്ചത് ദൈവത്താലാണ്. അവര് ദൈവത്തിന്റെ കൈവേലകളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ദൈവപുത്രന്റെ ജനനം സംഭവിച്ചതും പുരുഷ സാന്നിധ്യമില്ലാതെ സ്ത്രീയിൽ നിന്നാണ്. അപ്പൊ പുരുഷന്റെ സാന്നിധ്യമില്ലാതെ സ്ത്രീയിൽ നിന്നും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് വലിയ കാര്യമൊന്നുമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അതിന് കടന്നു പോകേണ്ട ആദ്യ 2 മനുഷ്യരുടെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലണം. നിങ്ങൾ ഒരമ്മയുടെ വയറ്റിലാണോ ജനിച്ചത്? നോ, അല്ല. യൂട്രസുമായി ജനിച്ച ഉണ്ടാക്കപ്പെട്ട ആ ഹൗവ എന്ന സ്ത്രീയോട് ചോദിക്കണം, ഒരു അമ്മയുടെ വയറ്റിൽ കിടന്ന പരിചയമുണ്ടോ? നോ. അപ്പോൾ ഈ ലോകത്തിലെ ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ
ഇത്രയും വലിയ പദ്ധതിയെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുകയില്ലയോ? അപ്പൊ സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ കന്യകയിലൂടെ ഒരു നിസ്തുല ജന്മമായിരുന്നു ക്രിസ്തുവിൻ്റേത്. ദൈവിക തൃത്വത്തിൽ പുത്രനാം ദൈവമാണ് ക്രിസ്തു. ദൈവരൂപത്തിൽ ഇരുന്നവൻ തന്നെത്താൻ താഴ്ത്തിയാണ് കന്യകയിൽ ജഡം ധരിച്ചതെന്ന് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു. അവൻ തന്നെത്താൻ താഴ്ത്തി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവിന്റെ താഴ്ചയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആകാശവും ഭൂമിയും ഈ കാണുന്ന സകലത്തും ഈ യൂണിവേഴ്സിൽ മുഴുവൻ ഉണ്ടാക്കിയവനായ ദൈവം ഒരു ഭ്രൂണമായിട്ട് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെയും നിന്നെയും നേടുവാൻ എത്രമാത്രം താഴ്ച ധരിച്ചു. അവൻ അത്രമാത്രം താഴ്ച ധരിച്ചവനാണ്. അത്രമാത്രം താഴ്ന്ന കർത്താവ് ജഡധാരണത്തിൽ ഒരു ചെറിയ ഭ്രൂണമായി എന്നെയും നിങ്ങളെയും നേടുവാൻ സകലത്തിന്റെയും നാഥനായ ദൈവം ഒരു ഭ്രൂണമായി ജനിച്ച ഈ ലോകത്തിലേക്ക് വന്നുവെങ്കിൽ കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് ദിനം, നാളെ വരുന്ന ക്രിസ്മസ് ദിനത്തിലെങ്കിലും ഞാനും നിങ്ങളും ചിന്തിക്കണം, എനിക്കായിട്ട് കർത്താവ് ജഡധാരണം എടുത്തു. ജഡധാരണത്തെ സംബന്ധിച്ചിടത്തോളം പിതാവ് അഴിച്ചിട്ട് താൻ വന്നതെന്ന് യേശു ക്രിസ്തു തന്നെ അനേക പ്രാവശ്യം പറയുന്നു. ദൈവശക്തിയുടെ വലിയ മർമ്മം ഇതാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ധന്യനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, ഈ ലോകത്തോട് പ്രസംഗിക്കേണ്ടത് ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. കർത്താവിന്റെ ജഡദ്വാരണം ഈ ലോകത്തോട് വിളിച്ചു പറയണം. ആ സത്യസന്ധത ഈ ലോകം അറിയണം. ഈ ലോകം കണ്ണടിച്ച് നടക്കുവാനുള്ള അല്ല, ഈ ലോകത്തിന്റെ വെളിച്ചമായവൻ, ഈ ലോകത്തിലേക്ക് മറിയയിലൂടെ കടന്നു വന്നവനായ കർത്താവ്, ആ കർത്താവിന്റെ ദൗത്യം എന്തായിരിക്കണമെന്ന് നാം അറിയണം. അതായത് കിയോസോ എന്ന ഒരു മൂലപദമാണ് അതിന് അവന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം മറിയയിൽ കുടികൊള്ളുകയും അത് മുഖാന്തരം അവൾ ദൈവപുത്രന് ജന്മം നൽകുകയും ചെയ്യുന്നു എന്നാണ് കിയാസോ എന്ന ആ ഗ്രീക്ക് പദത്തിലൂടെ അർത്ഥമാക്കുന്നത്. അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടു. നിഴലിടുക, എപ്പിസ്കിയാസോ എന്നതിന് നിഴലിടുക എന്നാണ് അർത്ഥം. അപ്പൊ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടു. അതിന് എഴുതിയിരിക്കുന്ന പദം, ഇത് മലയാളത്തിൽ വരുമ്പോഴാണ് നമുക്ക് പ്രയാസം. മൂലഭാഷയും കൂടെ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ എപ്പിസ്കിയാസോ എന്ന മൂലപദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പി എന്ന് പറഞ്ഞാൽ മുകളിൽ, കിയാസോ എന്ന് പറഞ്ഞാൽ നിഴൽ, മുകളിൽ നിഴലിട്ടു എന്നാണ് പുതിയ നിയമത്തിൽ വേറെയും ഇടങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. മറുരൂപമലയിൽ വെച്ച് മേഘം അവരുടെ മേൽ നിഴലിട്ടു എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ്, എപ്പിസ്കിയാസോ. അപ്പോസ്തലനായ പത്രോസിന്റെ നിഴൽ ദീനക്കാരുടെ മേൽ നിഴലിട്ടു, രോഗികൾ സൗഖ്യമായി. പത്രോസിന്റെ നിഴല് രോഗികളുടെ മേൽ വീണപ്പോൾ അവര് സൗഖ്യമായെന്ന്. അപ്പോസ്തലന്മാർ പോകുമ്പോൾ അവര് റുമാല് വിരിച്ചിടും. അവരുടെ നിഴൽ തട്ടുന്ന ആ റുമാല് കൊണ്ടുപോയി രോഗിയുടെ മേലിടുമ്പോൾ അവർ സൗഖ്യമാകുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ആ നിഴലിടുമ്പോൾ രോഗികൾ സൗഖ്യമാകുമ്പോൾ, പത്രോസൊക്കെ കടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴല് രോഗികളുടെ മേൽ, ദീനക്കാരുടെ മേൽ നിഴലിടുമ്പോൾ ഒരു ക്യാൻസർ രോഗിയുടെ മേല് പത്രോസിന്റെ നിഴല് പതിക്കുമ്പോൾ അവൻ സൗഖ്യമാകുന്നു. ഏത് റേഡിയേഷനാണ് അവന്റെ അകത്തേക്ക് കടന്നു ചെല്ലുന്നത്? അപ്പൊ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന ദൈവം. വിശുദ്ധ ബൈബിളില് തർക്കിക്കുന്നവൻ അത് തർക്കിച്ചുകൊണ്ട് ഇന്നും ജീവിക്കാം. എന്നാൽ പിന്നീടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ നിഴലിടുക, എപ്പിസ്കിയാസോ എന്ന പദം
പത്രോസിന്റെ നിഴല് ദീനക്കാരുടെ മേൽ വീണപ്പോൾ അവർ സൗഖ്യമായി. അതുപോലെ അത്യുന്നതന്റെ ശക്തി മറിയയുടെ മേൽ നിഴലിടുകയായിരുന്നു, മറിയയിൽ കുടികൊള്ളുകയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ശക്തി മറിയയ്ക്ക് വിധേയപ്പെടുകയായിരുന്നു എന്നാണ് അതിനെ അർത്ഥമാക്കേണ്ടത്. പഴയ നിയമകാലത്ത് ദൈവാത്മാവ് പ്രവാചകന്മാരില് ചില പ്രവചനങ്ങൾ പറയേണ്ടതിന് വന്ന് നിഴലിടുക പതിവാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അപ്പോ കന്യകാ ജനനത്തിന്റെ പ്രാധാന്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ക്രിസ്മസ് സന്ദേശം ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നല്ല ചിന്തിച്ചത്. നാളെ ഈ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊണ്ട് ജനം ആ ക്രിസ്മസിന്റെ ലഹരിയിലായിരിക്കുമ്പോൾ എന്താണ് ക്രിസ്മസ് എന്ന റോസ് ഫാമിലിയിലൂടെ ഒന്ന് ലോകത്തെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് ദൈവവചനം ഘോഷിക്കുന്ന ഒരു മീഡിയയാണ്. ഈ മീഡിയയിലൂടെ ഒരു ക്രിസ്മസ് സന്ദേശം ഈ ലോകത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കന്യകാ ജനനത്തിന്റെ ചില പ്രാധാന്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഒന്ന്, പ്രകൃതിയുടെ മേലുള്ള ദൈവത്തിന്റെ ശക്തിയുടെയും പരമാധികാരത്തിന്റെയും തെളിവാണ്. എന്താണ്? പ്രകൃതിയിൽ പ്രവേശിച്ച് പ്രകൃതിയിൽ അധികാരത്തോടെ പ്രവർത്തിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെയും അധികാരത്തിന്റെയും തെളിവാണ് പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവമായവൻ ഈ പ്രകൃതിയിൽ നടന്നു എന്നുള്ളത്. ഒരിക്കലും ഒരു യുക്തിവാദി പറഞ്ഞതുപോലെ അമേരിക്ക 1952 ചന്ദ്രനിലേക്ക് പേടകത്തെ അഴിച്ച് അതിൻ്റെ അകത്തിരുന്ന കാറ് ചന്ദ്രനിൽ ഓടി നടന്നപ്പോൾ ഒരു യുക്തിവാദി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ചന്ദ്രനിൽ കാർ ഓടിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ദേവൻ കൂടി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്, അല്ല സഹോദര, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് സ്വർഗത്തിൽ വസിച്ചവൻ ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ നടന്നതാണ്. ഇവിടെന്ന് ഒരു പെട്ടകത്തിൽ ഒരു കാറ് കൊണ്ടുപോയി ചന്ദ്രനിൽ ഓടിച്ചതല്ല. സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തെയും നിർമ്മിച്ചവനുമായ ദൈവം ഈ ഭൂമിയിൽ വന്ന കാലൊന്ന് ഈ ഭൂമിയിൽ നടന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അപ്പോൾ കന്യകാ ജനനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്ന്, പ്രകൃതിയുടെ മേലുള്ള ദൈവത്തിന്റെ ശക്തിയുടെ പരമാധികാരത്തിന്റെ തെളിവാണ്. പ്രകൃതിയിൽ പ്രവേശിച്ച് പ്രകൃതിയിൽ അധികാരത്തോടെ പ്രവർത്തിച്ച ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. കാറ്റുകളെയും കടലുകളെയും അവൻ ശാസിച്ചു. കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ പറഞ്ഞു, ഇവൻ കാറ്റുകളും കടലുകളും ഇവന് കീഴടങ്ങുന്നു, ഇവനാണ്. അവൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. രണ്ടാമത്, മച്ചികൾക്കും പ്രസവിക്കുവാനുള്ള പ്രായം കഴിഞ്ഞവർക്കും ദൈവം കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറിയയുടെ കാര്യത്തിൽ മാത്രം ഒരു അത്ഭുതമൊന്നും വിചാരിക്കണ്ട. മച്ചിയായിരുന്ന മറിയ, അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന മറിയ, പുത്രോത്പാദന ശേഷികൾ മുഴുവൻ നശിച്ചിരുന്നു. 90 വയസ്സുണ്ടായിരുന്ന ആ വൃദ്ധയായ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചുവെങ്കിൽ, ഇസഹാക്കിനെ ജനിപ്പിച്ചുവെങ്കിൽ, അതുപോലെ മച്ചിയായിരുന്ന ഹന്ന എന്ന സഹോദരിക്ക് ശമൂവേൽ ബാലനെ നൽകിയെങ്കിൽ, എന്തിനു പറയുന്നു, പുതിയ നിയമത്തിൽ സക്രിയ പുരോഹിതനും എലിസബത്തിനും പ്രായം തികഞ്ഞ എലിസബത്ത് ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ 6 മാസം ഒളിവിൽ പോയി. എന്താ? ജനത്തെ കണ്ട് അഭിമുഖീകരിക്കുവാനുള്ള നാണക്കേട്. ഈ വാർദ്ധക്യ കാലത്തിൽ എന്താണ് ഗർഭിണിയായിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന് സാധ്യമാണെങ്കിൽ ഈ കന്യക ഗർഭിണിയാകുന്നതിലാണോ അസാധ്യം ദൈവത്തിന്? നെവർ. മൂന്നാമത്തെ കാര്യം, സ്വന്തം നിർണയങ്ങൾ പൂർത്തിയാക്കുന്നതിന്, പ്രകൃതിയുടെ മാർഗത്തെ മാറ്റുന്നതിന് ദൈവം സർവശക്തനാണ്. ഈ ലോകത്തിലെ സകല നിയമങ്ങളെ മാറ്റി എഴുതുവാൻ ദൈവം സർവശക്തനാണ്. ഒരു നിയമവും പ്രത്യേകം ഓർക്കണം, മനുഷ്യര് ധരിച്ചു വെച്ചിരിക്കുന്ന നിയമങ്ങളും നിയമസംഹിതകളും ഒന്നുമല്ല, ഇതിലൊക്കെ മാറ്റി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ കല്ലുകളിൽ നിന്നും മക്കളെ ജനിപ്പിപ്പാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും.
അപ്പൊ അങ്ങനെയുള്ളവന് ഒരു കന്യകയില് ഒരു ഗർഭധാരണം ഉണ്ടാക്കുവാനാണോ അസാധ്യം? ചിന്തിച്ചു നോക്കുക. അബ്രഹാമിനും സാറയ്ക്കും കുഞ്ഞിനെ വാഗ്ദത്തം ചെയ്തപ്പോൾ ദൈവം തന്റെ സർവ്വശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ അബ്രഹാമേ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 18:14. വാഗ്ദത്ത വചനം പോലെ അവന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ ദൈവം നൽകി എന്നുള്ളതാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് ക്രിസ്തുവിന്റെ കന്യകാജനനത്തിൽ നാം കാണുന്നത്. പാപികൾക്കും പുതിയ ജന്മം നൽകുന്നതിന് ദൈവം ഇതേ അത്ഭുത പ്രവൃത്തിയാണ്. എന്തിനു പറയുന്നു? വിശ്വാസികളായ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന എന്തെന്നറിയുമോ? ഞങ്ങളെല്ലാം വീണ്ടും ജനിച്ചവരാണ്. ഞങ്ങളുടെ വീണ്ടും ജന്മം നിക്കോദിമോസ് ചോദിച്ചതുപോലെ ഇനിയും അമ്മയുടെ വയറ്റിൽ ചെന്ന ഉരുവായി നൊവർ അതല്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ വീണ്ടും ജനിക്കുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ വീണ്ടും ജന്മം എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന ഏവർക്കും അറിയാം. ഞങ്ങളുടെ വീണ്ടും ജന്മം ഞങ്ങളുടെ ആത്മാവിന്റെ ജന്മമായിരുന്നു. അത് ദൈവവചനപ്രകാരം അത് നടന്നു. പുത്രനായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിച്ച പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ജനിച്ചു. ഈ ശരീരത്തിൽ ഒരു വീണ്ടും ജനനം നടന്നുവെങ്കിൽ കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം ഞങ്ങൾ ഇന്ന് ദൈവത്താൽ വീണ്ടും ജനിച്ചവരാണ്. ലോകമോ അവനെ അറിഞ്ഞില്ല. അവന്റെ നാമത്തെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. അങ്ങനെ ദൈവമക്കളായി തീർന്നവരാണ് ഞങ്ങൾ. അപ്പോൾ മനുഷ്യന്റെ പ്രയത്നത്തിലൂടെ രക്ഷ ഒരിക്കലും കിട്ടുകയില്ല. മാത്രമല്ല, രക്ഷ മാനുഷിക നേട്ടമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങളുടെ എല്ലാം വീണ്ടും ജന്മം ദൈവത്തിന്റെ ദാനമാണ്. കന്യകയായ മറിയയില് ഒരു സന്തതി ജനിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. അത് മറിയയാൽ സംഭവിച്ചതല്ല, ലോകത്ത് മറ്റൊരാളിലും സംഭവിച്ചതല്ല. ഒരു വിശ്വാസിയുടെ വീണ്ടും ജന്മം എന്ന് പറയുന്നതും അത് ദൈവത്തിന്റെ ദാനമാണ്. രക്ഷയുടെ ആദ്യപടിയാണ് രക്ഷകന്റെ ജനനം. യേശു വീണ്ടും ജനനത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് നിക്കോദിമോസിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് എത്ര ജനിച്ചതാണ്. അപ്പൊ വീണ്ടും ജനനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഞങ്ങൾ വീണ്ടും ജനിച്ചത് രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, പിന്നെന്താ, ജഡത്തിൽ നിന്നല്ല, പിന്നെന്താ, ദൈവത്തിൽ നിന്ന് എത്ര ജനിച്ചിരിക്കുന്നത്. 9ാമത്തെ പോയിന്റ്, നമ്മുടെ രക്ഷ പൂർണ്ണമായും ദൈവത്തിൻ്റെതാണെന്നും കന്യകാജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഞങ്ങൾ ജനിച്ചത് ദൈവത്തിൽ നിന്നാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുമ്പോൾ കന്യകാജനനവും ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ദൈവവീതലും വിശ്വസിക്കുകയാണ്. അതിനാൽ നമ്മുടെ രക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. മാനുഷികമായ ഒരു പ്രവർത്തനവും അതിന്റെ പിന്നിലില്ല. മറിയയാണ് രക്ഷകന് ജന്മം നൽകിയത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പ്രവർത്തനവും ഇല്ലാതിരുന്നുവെങ്കിൽ അവൾക്ക് രക്ഷകന് ജന്മം നൽകുവാൻ കഴിയുകയില്ലായിരുന്നു. ദൈവിക തൃത്വത്തിൽ 3ാമത്തെ ആളത്വമായി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ തെളിവാണ് കന്യകാജനനമെങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പാത്രങ്ങളിലാകുന്നു ഉള്ളത്. 2 കൊരിന്ത്യർ 4:7. മറിയയിലൂടെയുള്ള ക്രിസ്തുവിന്റെ കന്യകാജനനത്തെ സംബന്ധിച്ചുള്ള അപ്പോസ്തലന്റെ വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഓർക്കണം, കന്യകയുടെ ആ ഗർഭധാരണത്തെക്കുറിച്ച് നാം അറിയണം. രക്ഷ ദൈവത്തിന്റെ കൃപാദാനമാണെന്നും കന്യകാജനനത്തെ സൂചിപ്പിക്കുന്നു. മറിയയ്ക്ക് പ്രത്യേക യോഗ്യതകളൊന്നും പറയുവാനില്ല. അനേകം യഹൂദ കന്യകകൾ ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ സന്നദ്ധകളായിരുന്നു. പ്രത്യേക യോഗ്യതകളൊന്നുമില്ലാതിരുന്ന മറിയയാണ് ദൈവം തെരഞ്ഞെടുത്തത്. വിശ്വാസവും സമർപ്പണവും എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ മറിയയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. യേശുവിന്റെ ദൈവത്വത്തിൽ തിരുവെഴുത്തുകളിലൂടെ അപ്രമാദിത്വത്തിൽ വിശ്വസിക്കുന്ന കന്യകാജനനത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് എന്താണ്? ഭോഷത്വമാണ്. അതുകൊണ്ട് കന്യകാജനനത്തെക്കുറിച്ച് നാം അറിയേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം കൂടെ
പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അതായത് ഈ ലോകത്ത് നിന്ന് മനുഷ്യനാൽ ജനിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയില്ല. ഇനി ജോസഫിൽ നിന്നും മറിയ ഗർഭം ധരിച്ചായിരുന്നെങ്കിൽ ആ മറിയയിൽ ജോസഫിൽ നിന്നും മറിയക്കുണ്ടാകുന്ന ഒരു കുഞ്ഞ് എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യ കുഞ്ഞായി തീരുമായി. ആ കുഞ്ഞിന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് മുഴുവൻ ലോകത്തിലെയും മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത ഒരുവൻ ഈ ലോകത്ത് വന്ന് പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് കന്യകയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭം ധരിക്കുന്നത്. അതും കൂടെ നിങ്ങൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് ഈ ലോകത്ത് ജനിച്ചത്. എന്നെയും നിങ്ങളെയും നേടേണ്ടതിന് മനുഷ്യനായി ജനിച്ച ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ ഇറങ്ങി വന്ന ജഡാവതാരമെടുത്ത് ഈ ലോകത്തിൽ മാനവർഗത്തിന് വേണ്ടിയിട്ട് പാപപരിഹാരമായി തീർന്നത്. 2 കൊരിന്ത്യർ 5:21 പറയുന്നത് പോലെ പാപമറിയാത്തവനെ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടിയിട്ട് പാപമായിരിക്കും. അപ്പോൾ സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള വലിയ മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. യേശു എന്ന രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതാണ് റോസ് ഫാമിലിയിൽ ഞങ്ങളുടെ ക്രിസ്മസ് സന്ദേശം. ഓക്കെ, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യും കർത്താവേ. ഈ മീഡിയയിൽ ഒരിക്കൽ കൂടി കടന്നു വന്ന എന്ന ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം നൽകുവാൻ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്ക് നന്ദി. അനേകർക്ക് ഇത് പ്രയോജനകരമായി തീരുവാൻ, അനേകരുടെ ഹൃദയങ്ങളിൽ ആഴമായി ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുവാൻ, കർത്താവിലേക്ക് തിരിയുവാൻ ദൈവമേ ഈ മെസ്സേജ് ഒരു മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, താങ്ക് യു.